ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും അശ്വിൻ പുതിയ വീഡിയോയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റിയാണ്. നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന സാധനം ഇതാണ് കതിർമാടം എന്ന് പറയുന്ന പേര്. ഇത് നമ്മൾ നെല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. എനിക്കത് പണ്ടത്തെ ആൾക്കാർക്ക് ഇത് കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും, ഇപ്പോഴത്തെ ആൾക്കാർ അറിയാമെന്ന് അറിയത്തില്ല. അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഇതിനെക്കുറിച്ച് ഇതുണ്ടാക്കുന്ന രീതി ഫുള്ള് ഇതിനകത്ത് പറയുന്നുണ്ട് വീഡിയോയോട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണും. അതുപോലെ തന്നെ ഇത് അമ്പലങ്ങളിൽ അതുപോലെ തന്നെ വീഡിയോ നല്ല ഐശ്വര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സാധനമാണ് നമ്മുടെ കതിർമാടം എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ നമ്മളിത് പാടത്ത് പോയി നെല്ലുകൾ ശേഖരിച്ച് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഫുൾ വീഡിയോ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്കിതിന് ശേഷം വീഡിയോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കതിർമാടം ഉണ്ടാക്കാനുള്ള നെല്ല് നമ്മളിപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിന് ശേഖരിക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് പോയി നെല്ല് കൊയ്യാത്ത പാടത്തിന് എടുക്കുന്ന ആവശ്യമൊന്നുമില്ല. കൊയ്ത് മിച്ചം വരുന്ന പാടത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ച് നെല്ലിങ്ങനെ എടുത്താൽ മാത്രം മതി. ഇഷ്ടംപോലെ നെല്ലുണ്ടായിരിക്കും. അപ്പോൾ മിച്ചം വരുന്നത് നിങ്ങൾക്ക് എത്ര വലിപ്പമോ അതുപോലെ എത്ര വലുത് വേണോ അതിനനുസരിച്ച് നിങ്ങൾ നീളത്തി എടുക്കുക. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ കത്രിക ഉപയോഗിച്ച് നല്ലോണം കട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ആവശ്യം നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നമ്മളിപ്പോൾ ഈ ആവശ്യത്തിനുള്ള നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കുവാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ കാണിച്ച പോലെ ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ശേഖരിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ നെല്ല് കതിർമാടം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആദ്യം എടുത്തപ്പോൾ കുറച്ച് 2 ആഴ്ച ശേഷം ഉണക്കാൻ ഉപയോഗിക്കുക. ഇപ്പോൾ ചെറിയ മഴ കാരണം ചെറുതായിട്ടൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് നെല്ല്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾ മാക്സിമം മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനേക്കാളും മികച്ച രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞങ്ങളിപ്പോൾ 2 ആഴ്ച ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ട് ചെയ്യുന്നത്. ഇത് ഉണക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കെട്ടുന്ന രീതി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ട് കാണുക. അപ്പോൾ നമുക്ക് കുറച്ച് നെല്ല് നഷ്ടം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് മഴ പെയ്തായിരുന്നു. നമ്മൾ നെല്ല് കുറച്ച് പുറത്താണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് നെല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 ആഴ്ചത്തെ കഷ്ടപ്പാടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നമ്മൾ കെട്ടിയുടെ മിച്ചം വരുന്ന ബാക്കി നിങ്ങൾ കത്തിരി വെച്ച് ഇതുവരെ ഡിസൈൻ ചെയ്യുന്ന പോലെ കണ്ടിച്ച് കളയുക. അപ്പോൾ നമുക്ക് വല്ല വൃത്തികേടില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം കെട്ടുമ്പോൾ ഒരേ രീതിയിൽ ഒരേ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ കെട്ടുന്ന രീതി കാണിച്ചു തരാം. ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഓഡിയോ ഇല്ലാതെ കാണിച്ചു തരാം. അത് ഞാൻ കെട്ടുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ നേരെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ക്രോസ് എടുക്കുക. ഇങ്ങനെ ക്രോസ് എന്നിട്ട് ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് ഇതുപോലെ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരെ നോക്കുക, പതുക്കെ നോക്കിയാൽ മതി. എന്നു വെച്ചാൽ ഇതുപോലെ നേരെ എടുക്കുക, ഇത് മടക്കുക. എന്നിട്ട് ഇതുപോലെ ഇതുപോലെ തിരിച്ച് മടക്കുന്ന പോലെ കൊണ്ടുവരിക. ഇതിന് സൈഡിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ആ സൈഡിൽ നിന്ന് തിരിച്ച് അപ്പുറത്തോട്ട് ഈ വശത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഇടുക. ഉണ്ടോ? എന്നിട്ട് ആ മടക്കി ഈ വശത്ത് വന്നിരിക്കുന്ന ഈ വശം ഈ ഗ്യാപ്പിലോട്ട് ഫില്ല് ചെയ്യുക. ഉണ്ടോ? ഈ ഗ്യാപ്പിലോട്ട് മറ്റേത് കത്തി വിടുക. പിന്നെ നമ്മൾ ഏറ്റവും ചെറുതാക്കുന്ന രീതി ചെറുതാക്കി കൊണ്ടുവരിക.
മാക്സിമം ചെറുതാക്കുണ്ടോ ഒരു ഫിറ്റാകുന്ന രീതി ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് മുറുക്കി ഉണ്ടോ എല്ലാ സൈഡും ഇങ്ങനെ വലിച്ച് ഈ താഴെ വശത്തും ഒക്കെ വലിച്ച് മുകളിലും വലിച്ചൊന്ന് ശരിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി. ഇത്ര സംഭവമുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ ആ നൂല് കെട്ടി ഒരറ്റം മുറിച്ച് ഒരു കമ്പനിയോട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കറക്റ്റ് ഡിസൈന് റൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിൻ്റെ കെട്ടിയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഞങ്ങളിപ്പോൾ നെല്ല് കുറവായതുകൊണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് റൗണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ചുരുട്ടി എടുക്കുക. അതിന് ഷേപ്പ് എടുക്കുക. തീർച്ചയായും നല്ല രീതിയിൽ തന്നെ കെട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരേ രീതിയിൽ നെല്ല് കെട്ടുക. അതുപോലെ തന്നെ നെല്ല് കെട്ടുമ്പോൾ ആ കെട്ടിയ ഭാഗം നിങ്ങൾ ഡിസൈൻ വേണ്ടി കട്ട് ചെയ്ത് ചെയ്യുക. ഞങ്ങൾ കട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു മഴ കാരണം കുറച്ച് നെല്ല് നഷ്ടപ്പെട്ടു. അത് കാരണം നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇതിൻ്റെ ഓരോ പോയിന്റ് ഉണ്ട്. ആ വെച്ചിരിക്കുന്ന താഴായിട്ട് കണ്ടോ ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ നേരത്തെ ചുറ്റി റൗണ്ടിന് താഴെ റൗണ്ടായിട്ട് ചുറ്റി പോകാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുന്നത് ഇതിനേക്കാൾ കൂടുതൽ നെല്ലുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഉണ്ടാക്കാനായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞാൽ ഒത്തിരി നെല്ലില്ല, അത്യാവശ്യം നെല്ല് വെച്ച് നമുക്ക് പറ്റിയ രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനകത്ത് എത്ര ദൂരത്തിൽ നീളത്തിൽ എടുക്കണം അതുപോലെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിനേക്കാൾ നല്ല മനോഹരം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കുമായിരിക്കും. നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മറ്റേ ഒരറ്റത്ത് ഇവിടെ വലിയ സൂചി വേണം, നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലൂസായി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കിട്ടും. നമ്മൾ കണ്ട മറ്റേ ചെയ്ത പോലെ
ഇതിലുമ്പോഴേ തന്നെ ആ ബാക്കി നൂല് കടക്കി വിട്ട് ഇതുപോലെ ഫിറ്റാക്കി ഒന്ന് ജോയിൻ ചെയ്യും. നല്ലോണം ഫിറ്റായിട്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതായി വരും, ഈ ലൂസായി വൃത്തിയായി വരും. കൂടി അതിലുമ്പോഴേ വിട്ട് വലിച്ചെടുത്താൽ മതി. അപ്പം നോക്കിയെടുക്കുക, നെല്ലൊന്ന് പൊട്ടിപ്പോകാൻ നോക്കിയെടുക്കുക, നൈസായിട്ട്. ഈ സാധനം വീട്ടിലേക്കൊക്കെ നല്ലൊരു ഐശ്വര്യമുള്ള സാധനമാണ്. അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇത് മാക്സിമം ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കൂട്ടി കിട്ടുക. നമ്മളിപ്പോൾ ലൂസായിരിക്കുമ്പോൾ നല്ലോണം ഇത് അപ്പോൾ നിങ്ങൾ മറ്റേ ഈ കാണുന്നതിൻ്റെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അടിഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അടിഭാഗം ഒരേപോലെ റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടി നിങ്ങൾ കത്രി വെച്ച് കണ്ടിയോ. ഞങ്ങൾ കത്രി വെച്ച് കട്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളത് ഷേപ്പ് ആകാൻ വേണ്ടി അടിഭാഗം നല്ല കത്രി വെച്ച് നല്ല ഷേപ്പിൽ റൗണ്ട് ഷേപ്പ് കട്ടി എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയുള്ള വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾ വീഡിയോ മുന്നോട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞ പോലെ കഥർമാടം നമ്മൾ തയ്യാറാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്നു. തീർച്ചയായും ഉപകാരപ്പെടുകയാണെങ്കിൽ